ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് കൗക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തല്ലേ, എന്നാലാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കേക്ക് ഞാനിവിടെ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. കോവക്ക റൗണ്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒരു 4 പീസാക്കിയിട്ട് പിന്നെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. കോവക്ക ഫ്രൈനെക്കാട്ടിയും ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. ലഞ്ച് ബോക്സിനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ കോവക്ക ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ റൗണ്ടാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കൽ. ഇങ്ങനെയാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങളെങ്ങനെ കോവക്ക കട്ട് ചെയ്യുക എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എനിക്കറിയുന്നവർ പൊതുവെ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യൽ. അപ്പോൾ എൻ്റെ ഉമ്മ ആയാലും സിസ്റ്റർ ആയാലൊക്കെ ഇതുപോലെയാണ് കട്ട് ചെയ്യൽ. ഇനി ഒരു സവാളയാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഉടച്ചെടുക്കണത് നമ്മൾ കോവക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ സവാള ആഡ് ചെയ്യണത്. അതുപോലെ ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കോവക്ക മെഴുക്ക് പുരട്ടി ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണില്ലേ നാടൻ ടേസ്റ്റ്. നാടൻ റെസിപ്പീനോടൊക്കെ ഒരു പൊതുവെ ഒരു താല്പര്യം കൂടുതലല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി കോവയ്ക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കാക്കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി. കോവക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് അടുപ്പിലേക്കാണ് ഇട്ട് വെക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടണം. പിന്നെ തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. നമ്മുടെ കോവയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ എല്ലായിടത്തും ഒരുപോലെ പിടിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് മോനിക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. ലഞ്ച് ബോക്സിൽ ചോറും ഒരു ഓംപ്ലേറ്റും പിന്നെ കോവക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഞാൻ കൊടുത്തയക്കുന്നത്. കറിയൊന്നും കൊടുത്തയക്കലില്ല. ഇതുപോലെ മെഴുക്ക് പുരട്ടിയോ തോരനോ ഉണ്ടാകുമെങ്കിൽ അവനത് കൂട്ടി കഴിച്ചോളും. അവനക്ക് അതാണ് ഇഷ്ടം. കറിനെക്കാട്ടി ഒന്നുകൂടി ഇഷ്ടം ഇങ്ങനെ കൊടുത്തയക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്.